അടുത്തെവിടെയോ ഒരു കടുവയുടെ ഗർജനം ലിജോയും മറ്റും കേട്ടു. അപ്രതീക്ഷിതമായി വണ്ടിപ്പെരിയാറും കുമളിയും കാക്കിധാരികളെ കൊണ്ട് നിറഞ്ഞു. അതുകണ്ട് ജനം അമ്പരന്നു. എന്നാൽ റോസാപ്പൂക്കണ്ടത്തിൽ നിന്ന് ചിലരെങ്കിലും വിവരം അറിഞ്ഞിരുന്നു. ചെട്ടിക്കുളങ്ങര സദാശിവൻ ഡാമിന് ബോംബ് വയ്ക്കാൻ പോകുന്ന കാര്യം. പോലീസ് എത്തിയതോടെ ജനങ്ങളുടെ പരിഭ്രമം ഏറി. ഇരുൾ വീണ് കഴിഞ്ഞപ്പോൾ ഉസ്മാൻ അൻസാരിയുടെ നിർദ്ദേശാനുസരണം വള്ളക്കടവ് വഴി 10 വാഹനങ്ങളിലായി പോലീസ് സംഘം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പരിസരത്തേക്ക് നീങ്ങി. ഒപ്പം ബോംബ് സ്ക്വാഡും. തേക്കടി ലാൻഡ് സ്റ്റേഷനിൽ നിന്ന് ഫോറസ്റ്റിൻ്റെ 3 പോലീസിൻ്റെയും ഇറിഗേഷൻ്റെയും ഓരോന്ന് എന്ന കണക്കിൽ സ്പീഡ് ബോട്ടുകളിലായി 40ഓളം പേരെ അയക്കാനും മന്ത്രിയുമായി ചർച്ച ചെയ്തിട്ട് ഉസ്മാൻ തീരുമാനിച്ചു. ഇടുക്കി, കോട്ടയം ജില്ലകളിലെ പോലീസ് സൂപ്രണ്ടുമാരും സ്ഥലത്തെത്തി. അവർ സുരക്ഷ മുൻനിർത്തി പെരിയാറിൻ്റെ കരയിലുള്ളവരെ തൽക്കാലത്തേക്ക് മാറ്റുന്നതിന് നേതൃത്വം നൽകി. എങ്ങും യുദ്ധസമാനമായ അന്തരീക്ഷം. സാധാരണ ജനങ്ങൾക്ക് കാര്യം പിടികിട്ടിയില്ല. പോലീസ് പറഞ്ഞതുമില്ല. ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഓപ്പറേഷൻ സദാശിവൻ്റെ മുഴുവൻ ചുമതലയും ഉസ്മാൻ അൻസാരിക്ക് മാത്രമായിരുന്നു. രാത്രി 7 മണി. ഉസ്മാൻ അൻസാരിക്കും ആദിക്കും അടുത്തടുത്ത സമയങ്ങളിലാണ് ചെട്ടിക്കുളങ്ങര സദാശിവൻ്റെ ഫോൺ കോൾ കിട്ടിയത്. ഉസ്മാന് കിട്ടിയ നിർദ്ദേശം: നീ സുരേന്ദ്രനാഥിനെയും കൂട്ടി 1 മണിക്കൂറിനുള്ളിൽ ജീപ്പിൽ മുല്ലപ്പെരിയാർ ഡാമിലെത്തണം. ആദിക്ക് കിട്ടിയത് 1.5 മണിക്കൂറിനുള്ളിൽ നീ ഡാം ടോപ്പിലെത്തുക. ആദിയും ഉസ്മാനും തമ്മിൽ അടുത്ത നിമിഷം ഫോണിൽ സംസാരിച്ചു. ആദി അറിയിച്ചു: സാർ, ഞാനും നിങ്ങളുടെ കൂടെ വരുന്നു. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഉസ്മാന് മനസ്സിലായില്ല. 10 മിനിറ്റിനുള്ളിൽ ആദി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെത്തി. അവനെ കാത്തിരിക്കുകയായിരുന്നു ഉസ്മാൻ അൻസാരി. സുരേന്ദ്രനാഥിനെ ജീപ്പിൻ്റെ മുൻസീറ്റിൽ ഇടതുഭാഗത്തിരുത്തി കൈകൾ ടോപ്പിലെ കമ്പിയിലേക്ക് ചേർത്ത് വിലങ്ങിട്ടിരിക്കുകയാണ്. നീയും കൂടി ഞങ്ങളുടെ കൂടെ വന്നാൽ എങ്ങനെയാടാ? ആദിയെ സ്റ്റേഷൻ മുറ്റത്തെ പ്ലാവിന് ചൂട്ടിലേക്ക് മാറ്റി നിർത്തി സ്വരം താഴ്ത്തിയാണ് ഉസ്മാൻ തിരക്കിയത്. 1.5 മണിക്കൂർ കഴിയുമ്പം ഞാനും അങ്ങ് എത്തണമല്ലോ സാറേ. കൃത്യസമയത്തെ ഞാൻ സദാശിവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടൂ, അതുപോലെ. അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. പക്ഷേ സദാശിവൻ്റെ ആളുകൾ ഇവിടുത്തെ പോലീസുകാർക്കിടയിൽ തന്നെ കാണും. നമ്മൾ ഒന്നിച്ചാണ് പുറപ്പെടുന്നതെന്ന് അവരാരെങ്കിലും അയാളെ വിളിച്ചറിയിച്ചാലോ? ഉസ്മാൻ തർക്കിച്ചു. മാത്രമല്ല, ആദ്യമെത്തുന്ന സുരേന്ദ്രനാഥ് അയാളോട് ഇക്കാര്യം പറയില്ലേ? ആദി ചിരിച്ചു. അപ്പോൾ തന്നെ അവൻ മടങ്ങുകയും ചെയ്തു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉസ്മാൻ അൻസാരി സുരേന്ദ്രനാഥുമായി യാത്ര തിരിച്ചു. വള്ളക്കടവ് ചെക്ക് പോസ്റ്റിന് കുറച്ച് പിന്നിൽ ആദി വന്ന ജീപ്പ് കിടക്കുന്നത് ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവർ കണ്ടു. അതവൻ്റെ ജീപ്പാണല്ലേ? സുരേന്ദ്രനാഥ് ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. എനിക്കറിയത്തില്ല. ഉസ്മാൻ ഗൗരവത്തിലായിരുന്നു. എന്നാൽ എനിക്കറിയാം. പക്ഷേ ഒന്നോർത്തോ ഉസ്മാനെ, എന്തു കളി നടത്തിയാലും ഞാനും സദാശിവനും രക്ഷപ്പെട്ടിരിക്കും. ആദിയുടെ കഥ കഴിയുകയും ചെയ്യും. ഉസ്മാൻ മറുപടി പറഞ്ഞില്ല. മുല്ലപ്പെരിയാർ ഡാം ടോപ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന ലൈറ്റുകളുടെ വെളിച്ചത്തിൽ അവിടുത്തെ ഓരോ രംഗവും ശ്രദ്ധിക്കുകയായിരുന്നു കരകളിലൂടെയും എത്തിയ ലിജോയുടെയും റഫീഖിൻ്റെയും സംഘങ്ങൾ. പക്ഷേ ഡാം ടോപ്പ് ശൂന്യമായിരുന്നു. സദാശിവൻ്റെ പദ്ധതി എന്തെന്ന് വ്യക്തമാകാത്തതിനാൽ ആദിയുടെ മെസ്സേജ് വരുന്നതുവരെ കാത്തു നിൽക്കാൻ അവർ തീരുമാനിച്ചു. ആ നേരത്ത് വള്ളക്കടവ് വഴിയും ഡാമിലൂടെയും എത്തിയ പോലീസ് സംഘങ്ങളും വനത്തിലൂടെ അവിടേക്ക് അടുക്കുകയായിരുന്നു. ആദിയുടെ ആളുകൾ അവിടെയുണ്ടെന്ന് നേരത്തെ തന്നെ ഉസ്മാൻ അവരെ അറിയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആളുമാറി അറ്റാക്കുണ്ടായാലോ? അവർക്കൊപ്പം ബോംബ് സ്ക്വാഡുമുണ്ട്. പെട്ടെന്ന് ലിജോയുടെ ഫോണൊന്ന് വിറച്ചു. അറ്റൻഡ് ചെയ്യുന്നതിനിടയിൽ അവൻ നോക്കി. റഫീഖാണ്. എന്താ റഫീഖേ? അവൻ ശബ്ദം താഴ്ത്തി. ആരൊക്കെയോ ഡാം ടോപ്പിലേക്ക് വരുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചോളാം. ഫോൺ പോക്കറ്റിലിട്ട് ലിജോ പതുങ്ങി കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി ഷട്ടറിൻ്റെ കെട്ടിന് പിന്നിൽ മറഞ്ഞു നിന്നു. നേരത്തെ മഞ്ഞിലൂടെയാണെങ്കിലും ഇപ്പോൾ കാഴ്ച കുറെ കൂടി വ്യക്തമായി. 8 പേർ ഡാം ടോപ്പിലൂടെ നടന്നു വരുന്നു. അത് ചെട്ടിക്കുളങ്ങര സദാശിവനും ആദിയുടെ കുടുംബവും പിന്നെ 4 അംഗരക്ഷരുമാണെന്ന് അവൻ ഉറപ്പായി. ഡാം ടോപ്പിൻ്റെ മധ്യഭാഗത്ത് അവർ നിന്നു. ശേഖരൻ്റെയും സുഗന്ധിയുടെയും ഭദ്രയുടെയും വായിലൂടെ തുണി ചുറ്റിക്കെട്ടിയിരിക്കുകയാണ്. കൈകൾ പിന്നോട്ട് ബന്ധിച്ചിട്ടുമുണ്ട്. സദാശിവൻ്റെ കഴുത്തിൽ ഒരു ബൈനോക്കുലർ തൂങ്ങിക്കിടക്കുന്നു. ശേഖര, സദാശിവൻ അയാളുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു. അവൻ വൈകാതെ വരും. നിന്റെ മുന്നിലിട്ട് അവനെ ഞാൻ തീർക്കുമ്പോൾ നീ ഓർക്കും ഞങ്ങളുടെ വാക്കുകളെ ധിക്കരിച്ച് ഈ നാട്ടിലേക്ക് വന്നത് അബദ്ധമായിപ്പോയെന്ന്. ശേഖരന് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ല. അയാൾ തലവെട്ടിക്കുന്നത് സദാശിവൻ ശ്രദ്ധിച്ചു. പല്ലുകൾ തുണിയിൽ അമരുന്നു. അഴിച്ചു മാറ്റാ ഇവൻ്റെ വായിലെ തുണി. അവസാനമായിട്ട് ഇവൻ എന്താണ് മൊഴിയാനുള്ളതെന്ന് അറിയാമല്ലോ. അനുചരന്മാരിൽ ഒരാൾക്ക് അയാൾ നിർദ്ദേശം നൽകി. ശേഖരൻ്റെ വായിലെ തുണി അഴിക്കപ്പെട്ടു. ഫൂ! കാറി തുപ്പുകയാണ് ശേഖരൻ ആദ്യം ചെയ്തത്. എൻ്റെ മോനെ, ഒരു ചുക്കും ചെയ്യാൻ നിനക്ക് കഴിയില്ല സദാശിവ. നിന്റെ മരണം അവൻ്റെ കൈക്കൊണ്ടാ, നീ നോക്കിക്കോ. അത് കേട്ട് സദാശിവൻ ഉച്ചത്തിൽ ചിരിച്ചു. ഡാമിന് മുകളിലെ ആ ശബ്ദം അവിടെ തന്നെ നിന്ന് കറങ്ങി. അയാൾ തുടർന്നു. അവൻ്റെ വിചാരം സ്വന്തം ജീവൻ ബലി നൽകിയിട്ടായാലും നിങ്ങളെയൊക്കെ രക്ഷിക്കാമെന്നാ. എന്നാൽ അവൻ അറിയുന്നുണ്ടോ, പരലോകത്തെ നരകത്തിലേക്ക് അവന് പിന്നാലെ നിങ്ങളും ചെല്ലുമെന്ന്? ശേഖരൻ അടിമുടി ക്രോധത്താൽ വിറച്ചു. എങ്കിൽ എന്തിനാടാ അവൻ വരുന്നതുവരെ കാക്കുന്നത്? ഞങ്ങളെ അങ്ങ് കൊന്നുകളഞ്ഞേക്ക്. പാടില്ല. ഒരു പ്രത്യേക ഭാവത്തിൽ സദാശിവൻ തിരിഞ്ഞു. ആദ്യം അവൻ, പിന്നെ നിങ്ങൾ.
അതാ അതിൻ്റെ രീതിയും എൻ്റെ തീരുമാനവും. ആരെ കൊന്നാലും നീയൊന്നും രക്ഷപ്പെടില്ല സദാശിവ, ശേഖരൻ കിതച്ചു. സുഗന്ധിയും ഭദ്രയും ഇപ്പോൾ താഴെ വീഴുമെന്ന ഭാവത്തിൽ നിൽക്കുകയാണ്. സദാശിവൻ ഒരു സിഗരറ്റ് കത്തിച്ചു. പിന്നെ പറഞ്ഞു, കേരളത്തിലെ പോലീസ് മുഴുവൻ വന്നാലും എന്നെയൊന്ന് തൊടാൻ പോലും പറ്റത്തില്ല കേട്ടോടാ. ഇവിടെ കാപ്പിത്തോട്ടത്തിൽ ഞങ്ങളൊരു ഹെലിപ്പാഡുണ്ടാക്കിയത് നേരാ. അതിനെതിരെയും നിന്റെ മോൻ കുറേ പൊല്ലാപ്പുണ്ടാക്കി. അന്ന് ഞങ്ങൾ പറഞ്ഞത് കാപ്പിക്കുരു ഉണക്കാനുള്ള തറയാണെന്നാ. പക്ഷേ ഇപ്പോൾ അവിടെയൊരു ഹെലികോപ്റ്റർ കാത്തു കിടപ്പുണ്ട് ശേഖര. സദാശിവൻ സിഗരറ്റ് കുറ്റി വിരലുകൾക്കിടയിൽ വെച്ച് ഡാമിലേക്ക് തെറിപ്പിച്ചു. ഇപ്പോഴിത് പറയുന്നത് എന്തിനാണെന്നോ? ഞങ്ങളുടെ രക്ഷപ്പെടൽ എങ്ങനെയാണെന്ന് മരിക്കുന്നതിന് മുമ്പ് നീയൊന്നറിയാനാ. കൃത്യസമയത്ത് കോപ്റ്റർ വരും. ഞാനും സുരേന്ദ്രനാഥും അതിൽ കൊച്ചിയിലേക്ക്. ഇനിയുള്ള കാലം അവിടെ സുഖവാസം. ഞങ്ങളുടെ പണം വരെ അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞു. എപ്പടി? സദാശിവൻ ഗർവോടെ നിന്നു. ആ പണം കൊണ്ട് നിനക്കൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല സദാശിവ. നീ ജനങ്ങളെ പറ്റിച്ച് സമ്പാദിച്ചത് അത്രയും അവിടെ ഇരുന്ന് പൂത്ത് പൊടിഞ്ഞു പോകത്തേയുള്ളൂ. നീ മുടിഞ്ഞു പോകും, ശേഖരൻ പ്രാഗി. അപ്പോൾ സദാശിവൻ ചിരിച്ചു. അടുത്ത ക്ഷണം കൈവീശി ഒറ്റയടി ശേഖരൻ ഒരു വശത്തേക്ക് വേച്ചു. അംഗരക്ഷകരിൽ ഒരാൾ അയാളെ പിടിച്ചു നേരെ നിർത്തി. പെട്ടെന്ന് ഡാം ടോപ്പിലേക്ക് ഒരു വാഹനത്തിൻ്റെ വെളിച്ചം തെന്നി വന്നു. ഒപ്പം അയാളുടെ ഫോണിൽ ഒരു മെസ്സേജ് എത്തി. സദാശിവൻ്റെ മുഖം തെളിഞ്ഞു. അയാൾ അനുചരന്മാരെ നോക്കി. ചെല്ലടാ, ഉസ്മാൻ അൻസാരി സുരേന്ദ്രനാഥിനെയും കൊണ്ട് വന്നതാ. സദാശിവൻ വാച്ചു നോക്കി. കൃത്യമായി സമയം പാലിക്കുന്ന ഓഫീസറാ ഉസ്മാൻ. അവരിൽ 2 പേർ തിരിഞ്ഞു നടന്നു. ഡാം ടോപ്പിനടുത്ത് ഗാർഡ് റൂമിൽ ജീപ്പ് നിന്നു. അതിൽ നിന്ന് ആദ്യം ഉസ്മാൻ അൻസാരി ഇറങ്ങി. പിന്നെ ബോണറ്റിനെ ഒന്ന് വലം വച്ച് ഇടതുവശത്തെത്തി. തുടർന്ന് ചുറ്റും ശ്രദ്ധിച്ചുകൊണ്ട് സുരേന്ദ്രനാഥിൻ്റെ ഇടത് കൈയിലെ വിലങ്ങഴിച്ച് കമ്പിയിൽ നിന്ന് ഊരിയെടുത്തു. അനന്തരം അഴിച്ച വിലങ്ങ് തൻ്റെ കയ്യിൽ മുറുക്കിയിട്ട് താക്കോൽ പോക്കറ്റിലിട്ടു. ഇരുളിൽ തൻ്റെ ആജ്ഞ കാത്ത് പോലീസുകാർ മറഞ്ഞിരിക്കുന്നതിൻ്റെ സൂചന അയാൾക്ക് കിട്ടി. വരണം സാർ. സദാശിവൻ്റെ ഗുണ്ടകൾ മുന്നിലെത്തി. ഗാർഡ് റൂമിന് പുറത്തെ വെളിച്ചത്തിൽ ഉസ്മാൻ സൂക്ഷിച്ചു നോക്കി. ഒരിടത്ത് വെച്ച് പോലും കണ്ട പരിചയമില്ല. നിങ്ങളൊക്കെ സദാശിവൻ്റെ ആളുകളാ? ഉസ്മാൻ തിരക്കി. ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട, പറയുന്നത് അനുസരിച്ചാൽ മതി, ഒരാൾ കൽപ്പിച്ചു. ഇതാ പറയുന്നത്, ഗ്രഹണ സമയത്ത് ഞാനൂരും തലപ്പൊക്കുമെന്ന്. ഉസ്മാൻ ഉറക്കെ ചിരിച്ചു. ഗുണ്ടകൾ പരസ്പരം നോക്കി. അവർക്കെന്തോ ആപത്ത് മണത്തു. നടക്കങ്ങോട്ട്. അവർ തലയ്ക്ക് പിന്നിലേക്ക് കൈകടത്തി കൊടുവാൾ വലിച്ചെടുത്ത് ചൂണ്ടി. ഈ തുരുമ്പിച്ച വാൾ കൊണ്ട് എന്ത് ചെയ്യാനാ പിള്ളേരെ? എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണെങ്കിൽ സർവീസ് റിവോൾവറാ. ഉസ്മാൻ മുന്നറിയിപ്പ് നൽകി. എങ്കിൽ ആദ്യം അതിങ്ങ് എടുത്തേരടാ. പൊടുന്നനെ ഡാമിന് മുകളിൽ നിന്ന് ശബ്ദം വന്നു. ഉസ്മാൻ അവിടേക്ക് നോക്കി. ചെട്ടിക്കുളങ്ങര സദാശിവൻ. അയാളുടെ കയ്യിൽ നീട്ടിപ്പിടിച്ച ഒരു പിസ്റ്റൾ. സദാശിവ, സുരേന്ദ്രനാഥ് സന്തോഷത്തോടും അതിലുപരി സങ്കടത്തോടും വിളിച്ചു. സദാശിവൻ ഒന്ന് തലയാട്ടി. നീ എന്താ സദാശിവ, ഉമ്മാക്കി കാട്ടി എന്നെ പേടിപ്പിക്കുകയാണോ? ഉസ്മാൻ അൻസാരിയുടെ ശബ്ദത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ശാന്തത മാറി. മിന്നൽ വേഗത്തിൽ അയാൾ തൻ്റെ റിവോൾവർ എടുത്ത് സുരേന്ദ്രനാഥിൻ്റെ കഴുത്തിൽ കുത്തി അമർത്തി. കാണണോടാ നിനക്ക് ഇവൻ കഴുത്തൊടിഞ്ഞ കോഴിയെപ്പോലെ വീഴുന്നത്? സദാശിവൻ പതറിപ്പോയി. എന്നാൽ വളരെ പെട്ടെന്ന് സംയമനം വീണ്ടെടുത്തു. നീ സുരേന്ദ്രനെ തൊട്ടാൽ പിന്നെ ആ നിൽക്കുന്ന ആദിയുടെ ഫാമിലിയില്ല, നീയും ഞാനുമില്ല. ഇത് കണ്ടോ? അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു റിമോട്ട് കൺട്രോൾ എടുത്ത് കാണിച്ചു. ഡാം പൊട്ടിക്കാൻ നമുക്കെല്ലാവർക്കും കൂടി അങ്ങ് മരിക്കാം. ഉസ്മാൻ റിവോൾവർ പിൻവലിച്ചു. ഇനി താനത് എൻ്റെ ആളുകളുടെ കയ്യിൽ കൊടുക്ക്. അയാൾ ആംഗ്യം കാണിച്ചു. സദാശിവൻ നിന്ന് കണ്ണുകൾ പിൻവലിക്കാതെ ഉസ്മാൻ റിവോൾവർ കൈമാറി. അയാൾ അത് പോക്കറ്റിൽ തിരുകിയിട്ട് ഉസ്മാൻ്റെ പിന്നിലെത്തി. വാൾത്തല ഉസ്മാൻ്റെ പുറത്തമർത്തി. നടക്ക്. സദാശിവ, ഇവനെ എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ഇവിടെ വച്ചങ്ങ് തീർത്തേര്. സുരേന്ദ്രനാഥിന് ആവേശമായി. സമയമായിട്ടുള്ള സുരേന്ദ്ര, ഇനിയും വരാനുണ്ടല്ലോ ഒരാൾ, ആദി. അവനും കൂടി ഒന്ന് വന്നോട്ടെ. അവനീ പരിസരത്തുണ്ട്, അയാൾ അറിയിച്ചു. സദാശിവനൊന്ന് ഞെട്ടി. അതേടാ, അവൻ ഞങ്ങളുടെ ജീപ്പിൽ തന്നെയാണ് വന്നത്. വള്ളക്കടവ് കഴിഞ്ഞ് മുന്നോട്ട് പോന്നപ്പോൾ അവൻ ജീപ്പിൻ്റെ പിന്നിൽ തൂങ്ങിയിരുന്നു. ഞാനത് കണ്ടില്ലെന്നാ ഈ തെണ്ടി പോലീസുകാരൻ കരുതുന്നത്. അത് കേട്ട് കിടുങ്ങിയത് ഉസ്മാനാണ്. സുരേന്ദ്രനാഥ് അതറിഞ്ഞിട്ടില്ലെന്നായിരുന്നു ഇതുവരെയുള്ള ധാരണ. ആദി ശങ്കര, പുഞ്ഞാര മോനെ, സദാശിവൻ അലറി. ഇരുട്ടിൽ മറഞ്ഞു നിൽക്കാതെ വാടാ ഇങ്ങോട്ട്. ആ ശബ്ദം ഡാമിൽ നിന്ന് ചോർന്നു വീഴുന്ന വെള്ളത്തിൻ്റെ ഒച്ചയിൽ അലിഞ്ഞമർന്നു. പക്ഷേ ആദിയുടെ പ്രതികരണം കേട്ടില്ല. വേഗം അവരെ കൊണ്ടുവാ, ഗുണ്ടകളോട് പറഞ്ഞിട്ട് സദാശിവൻ തിരിഞ്ഞോടി ശേഖരൻ്റെയും മറ്റും അടുത്തു പോയി നിന്നു. സുരേന്ദ്രനാഥിനൊപ്പം കരുതലോടെ ഉസ്മാൻ അൻസാരി ഡാം ടോപ്പിൻ്റെ മധ്യത്തിലെത്തി. അപ്പോഴേക്കും അതിൻ്റെ ഇരുവശത്തുമായി പോലീസിൻ്റെയും ആദ്യ അയച്ച നാട്ടുകാരുടെയും സംഘങ്ങൾ എത്തിക്കഴിഞ്ഞു. കഴുത്തിൽ തൂക്കിയിരുന്ന ബൈനോക്കുലർ എടുത്ത് സദാശിവൻ ഇരുവശത്തേക്കും നോക്കി. കൊള്ളാം ഉസ്മാനെ, എല്ലാ ഒരുക്കങ്ങളോടും കൂടിയാണല്ലോ നീ വന്നിരിക്കുന്നത്. ഉസ്മാൻ മിണ്ടിയില്ല. സദാശിവൻ ഗർജിച്ചു. എല്ലാ നായൻ്റെ മക്കളും കേൾക്കാൻ വേണ്ടി പറയുകയാ. നിൽക്കുന്നിടത്ത് നിന്ന് ഏതവനെങ്കിലും അനങ്ങിയാൽ
വർഷങ്ങളോളം JCB കൊണ്ട് മാതിയാൽ പോലും അവൻ്റെയൊന്നും ശവങ്ങൾ കിട്ടത്തില്ല, ഓർത്തോ. അയാൾ ഉസ്മാൻ്റെ അടുത്തേക്ക് നീങ്ങി. അഴിക്കടാ സുരേന്ദ്രനാഥിൻ്റെ വിലങ്ങ്. അഴിക്കാം. ആദ്യം ആദിയുടെ കുടുംബത്തെ പറഞ്ഞുവിട്. ഉസ്മാൻ തലവെട്ടിച്ചു. അല്ലാതെ നീ അഴിക്കത്തില്ലേ? റിമോട്ട് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് സദാശിവൻ ഉസ്മാൻ്റെ കരണത്തടിച്ചു. നായേ, എല്ലാത്തിനും കാരണക്കാരൻ നീ ഒരുത്തനാ. ഉസ്മാൻ മുഖം കല്ലിച്ചു. സുരേന്ദ്രനാഥ് പല്ലു ഞെരിച്ചു. സദാശിവ, ചലയ്ക്കാതെ കൊല്ലിയവനെ, അതിനുശേഷം മതി ബാക്കിയുള്ളവരെ. ചുറ്റും സദാശിവൻ്റെ ആളുകൾ വാൾ നീട്ടി നിൽക്കുകയാണ്. അയാൾ ഒരു സിഗ്നൽ നൽകിയപ്പോൾ ഉസ്മാൻ്റെ നെഞ്ചിനും പുറത്തുമായി 4 വാളുകൾ കൂട്ടിമുട്ടി. സദാശിവൻ അട്ടഹസിച്ചു. ഉസ്മാനെ, ഞാനൊന്ന് വിരലിനൊടിച്ചാൽ 4 വാളുകളും നിന്റെ നെഞ്ചിൻ കൂട്ടിൽ തുളഞ്ഞിറങ്ങും. അത് വേണോ? അല്ലെങ്കിൽ അഴിച്ചുവിടുവനെ. ഉസ്മാൻ സൂക്ഷിച്ച് പോക്കറ്റിൽ നിന്ന് ചാവിയെടുത്ത് സുരേന്ദ്രനാഥിൻ്റെ വിലങ്ങഴിച്ചു. അടുത്ത നിമിഷം ഗുണ്ടകൾ അയാളെ പിടികൂടി. കൈകൾ പിന്നോട്ട് തിരിച്ച് വിലങ്ങിട്ട് മുറുക്കി. അതിൻ്റെ താക്കോൽ ഡാമിലേക്ക് എറിഞ്ഞു. ഉസ്മാൻ നിസ്സഹായനായി. സുരേന്ദ്രനാഥ് കൈകൾ വീശിക്കുടഞ്ഞു. അയാളുടെ നീരുവന്ന് വീർത്ത മുഖം ഒന്നുകൂടി ബീഭത്സമായി. ഞങ്ങളെ അങ്ങ് ചരച്ചു കളയാമെന്ന് നീ കരുതി അല്ലടാ? പിന്നെ അയാൾ വിളിച്ചത് പച്ചത്തെറിയാണ്. ഇല്ലടാ, ഇല്ല. നീയും നിന്റെ ആഭ്യന്തരമന്ത്രിയും നോക്കിയാൽ ഞങ്ങളെ തൊടാൻ പോലും പറ്റില്ലെന്ന് മനസ്സിലായല്ലോ ഇപ്പോൾ. അയാൾ ഉസ്മാൻ്റെ താടിക്ക് തട്ടി. അല്ലെങ്കിൽ നീ കൊണ്ടുവന്ന പോലീസിനെ ഒന്ന് വിളിച്ചു നോക്കടാ. ഒരുത്തനും അനങ്ങത്തില്ല. പറഞ്ഞതും കാലുയർത്തി ഒറ്റ ചവിട്ട്. ഉസ്മാൻ പിന്നോട്ട് വെച്ച് ഡാം ടോപ്പിൻ്റെ ഭിത്തിയിൽ ചെന്നിടിച്ചു നിന്നു. നെഞ്ചിൽ വീണ്ടും വാൾമുനകൾ അമർന്നു. സാറേ, ശേഖരൻ നിലവിളിച്ചു. ആദി, മര്യാദയ്ക്ക് വാടാ, അല്ലെങ്കിൽ നിന്റെ തന്തയെ കൊല്ലാൻ പോവുകയാ ഞാൻ. സുരേന്ദ്രനാഥ് ശേഖരനെ പിടിച്ച് ഡാം ടോപ്പിൻ്റെ ഭിത്തിയിലേക്ക് ചേർത്തു. പിന്നെ അയാളുടെ തല മുന്നോട്ട് വലിച്ച് പിന്നിലേക്ക് ഒന്ന് ഇടിച്ചമർത്തി. സദാശിവൻ്റെ കയ്യിൽ നിന്ന് പിസ്റ്റൾ വാങ്ങി അയാളുടെ തലയ്ക്ക് പിന്നിൽ കുത്തി. എടാ, വരാൻ. അടുത്ത നിമിഷം ഡാമിൻ്റെ അങ്ങേത്തലയ്ക്കൽ മഞ്ഞിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. മെല്ലെ അത് അടുത്തു വരികയാണ്. ആദിശങ്കരൻ. അവൻ ഏതാണ്ട് 10 മീറ്റർ അടുത്തെത്തിയതും സുരേന്ദ്രനാഥ് ശേഖരനെ വെട്ടിത്തിരിഞ്ഞതും കാഞ്ചി വലിച്ചതും ഒറ്റ നിമിഷത്തിൽ. മിന്നൽ വേഗത്തിൽ ആദി തിരിഞ്ഞു. ഒപ്പം വെട്ടിപ്പിടയുന്ന ഒരു സ്ത്രീരൂപം അവർ കണ്ടു. സകലരും വിറച്ചുപോയി. ആർക്കും ഒന്നും മനസ്സിലായില്ല. മനസ്സിലായപ്പോൾ മോളെ, അലറിക്കരഞ്ഞുപോയി ചട്ടിക്കുളങ്ങര സദാശിവൻ. ഉസ്മാൻ അൻസാരി പോലും അമ്പരന്നു. എന്താണ് വാസ്തവത്തിൽ നടന്നത്? ആദിക്ക് പുറംതിരിഞ്ഞ് അവനോട് ചേർന്ന് റോസ്, സദാശിവൻ്റെ മകൾ. ആദിയോടൊപ്പം ചേർന്ന് നിന്ന് പിടയുകയാണവൾ. വയറ്റിലൂടെ ചോര ചീറ്റി ഒഴുകുന്നു. ഒറ്റ നിമിഷം കൊണ്ട് എല്ലാവരും ഞെട്ടലോടെ കണ്ടു. കൈകൾ പിന്നിലേക്ക് ചേർത്ത് ബന്ധിച്ച നിലയിൽ റോസിനെ ആദിശങ്കറിൻ്റെ പുറത്തേക്ക് പുറംതിരിഞ്ഞ നിലയിൽ കെട്ടിവച്ചിരിക്കുന്നു. അവളുടെ വായ്ക്ക് മുകളിൽ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നു. ഡാം ടോപ്പിലൂടെ ആദി നേരെ നടന്നു വന്നതിനാൽ ഇങ്ങനെ ഒരാൾ പിന്നിലുണ്ടെന്ന് അറിയാൻ കഴിയുമായിരുന്നില്ല. മോളെ, ചെട്ടിക്കുളങ്ങര സദാശിവൻ മുന്നോട്ട് കുതിക്കാനാഞ്ഞു. അടുക്കരുത്. വെട്ടിത്തിരിഞ്ഞുകൊണ്ട് ആദി ഗർജിച്ചു. അടുത്താൽ ഇവളുടെ ശവം പോലും നിങ്ങൾക്ക് തരില്ല ഞാൻ. മുന്നിലുള്ള ഒരു ഗ്ലാസ് ഭിത്തിയിൽ മുട്ടിയതുപോലെ നിന്നുപോയി സദാശിവൻ. സുരേന്ദ്രനാഥ് ആദിക്ക് നേരെ പകയോടെ വീണ്ടും പിസ്റ്റൾ ചൂണ്ടി. സുരേന്ദ്ര, അരുത്. സദാശിവൻ പിസ്റ്റൾ പിടിച്ചു വാങ്ങി. റോസിൻ്റെ കൃഷ്ണമണികൾ പിന്നോട്ട് മറിയുന്നതും തലയുടെ ബാലൻസ് തെറ്റുന്നതും സദാശിവൻ കണ്ടു. ചോര താഴെ വീണ് ചിതറുകയാണ്, മഴത്തുള്ളികൾ പോലെ. വെടിയേറ്റത് വയറ്റിലായതിനാൽ അവളെ രക്ഷിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടായി സദാശിവന്. ആദി, അവളെ അഴിച്ചുവിട്. അയാളുടെ ശബ്ദത്തിൻ്റെ മൂർച്ച നഷ്ടപ്പെട്ടു തുടങ്ങി. വിടാനോ? ആദിയുടെ കണ്ണുകളിൽ രൗദ്രം തിങ്ങിയ ഒരു തിളക്കം വന്നു. സ്വന്തം രക്തം ഒഴുകുന്നത് കണ്ടപ്പോൾ നിനക്ക് നൊന്തു അല്ലേടാ? ഇത്രയും കാലം കൊന്നും കൊല്ലിച്ചും രസിച്ചപ്പോൾ മറ്റുള്ളവർക്കും രക്തബന്ധങ്ങളുണ്ടെന്ന് നീയൊക്കെ ഓർക്കാഞ്ഞത് എന്താ? സദാശിവൻ മിണ്ടിയില്ല. തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ റിവോൾവർ ഗുണ്ടയുടെ പക്കൽ നിന്ന് സുരേന്ദ്രനാഥ് വാങ്ങുന്നത് ഇതിനിടെ ഉസ്മാൻ അൻസാരി കണ്ടു. അടുത്ത നിമിഷം അയാളൊന്ന് കുനിഞ്ഞു. നെഞ്ചിൽ മുട്ടിയിരുന്ന വാൾമുനകൾ എവിടെയൊക്കെയോ മാംസം പിളർത്തിയെന്ന് അയാൾ അറിഞ്ഞു. പക്ഷേ കാര്യമാക്കിയില്ല. കുറ്റിയിൽ നിന്ന് അമിട്ട് പൊട്ടുന്ന വേഗത്തിൽ ഉസ്മാൻ്റെ കാലുയർന്നു. സുരേന്ദ്രനാഥിൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ട റിവോൾവർ ഉയർന്നു തെറിച്ചു. കൈകൾ പിന്നിലേക്ക് ചേർത്ത് വിലങ്ങിട്ടിരിക്കുകയായിരുന്നെങ്കിലും സമർത്ഥനായ ഒരു ഫുട്ബോൾ കളിക്കാരനെ പോലെ ഉസ്മാൻ ചാടിപ്പൊങ്ങി ഒന്ന് ചരിഞ്ഞു. തുടർന്ന് താഴേക്ക് വന്ന റിവോൾവറിൽ ഗോൾ പോസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്യുന്നത് പോലെ ഒറ്റത്തട്ട്. റിവോൾവർ ഡാമിൻ്റെ സംരക്ഷണ ഭിത്തിക്ക് മുകളിലൂടെ പറന്നുപോയി. ശേഷം ഉസ്മാൻ ശബ്ദമുയർത്തി. സദാശിവ, നിന്റെ പിസ്റ്റളിൽ ഇനി അവശേഷിക്കുന്നത് 5 ബുള്ളറ്റുകൾ മാത്രം. അതുകൊണ്ട് നിനക്ക് ഡാമിന് ഇരുവശത്ത് നിൽക്കുന്നവരെ കൂടി വകവരുത്തി രക്ഷപ്പെടാൻ കഴിയുമോ? കഴിയുമെങ്കിൽ കാണിക്ക്. എനിക്ക് നിന്നെയും ഇവനെയും മതി ആദ്യം. പറഞ്ഞതും അയാൾ ആദിക്ക് നേരെ നിറയൊഴിച്ചു. മോനെ, അലറിക്കൊണ്ട് ശേഖരൻ മുന്നോട്ട് ചാടി. ഒപ്പം ചോര വീശിത്തെറിച്ചു. അച്ഛാ! പ്രപഞ്ചം നടുങ്ങുമാറിച്ചത്തിൽ ആദ്യം നിലവിളിച്ചു. ഒരു ചാക്കുകെട്ട് പോലെ ശേഖരൻ ഡാം ടോപ്പിൽ തെറിച്ചു വീണു പിടഞ്ഞു. സുഗന്ധിയും ഭദ്രയും ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ തറയിലേക്ക് ഊർന്നു. എടാ! ആദി റോസുമായി സദാശിവൻ്റെ നേരെ പാഞ്ഞു. അടുത്ത നിമിഷം ഒരു വെടിയൊച്ച കൂടി. ആദി തല കുനിച്ചു. റോസിൻ്റെ തല പിളർന്നു.
ചോരയും തലച്ചോറും ആദിയുടെ ശരീരത്തിലേക്ക് വീണു. ആദി മുന്നിൽ നിന്നിരുന്ന സുരേന്ദ്രനാഥിനെ ചവിട്ടി. അയാൾ ചെന്ന് സദാശിവനിലിടിച്ചു. അതോടെ അയാളുടെ ബാലൻസ് പോയി. തിടുക്കത്തിൽ ആദി പോക്കറ്റിൽ നിന്ന് കത്തി വലിച്ചെടുത്തു. റോസിനെ ചേർത്ത് കെട്ടിയിരുന്ന കയർ അവൻ അറുത്തുവിട്ടു. അവൾ സദാശിവന്റെ കാൽച്ചൂട്ടിലേക്ക് വീണു. അടുത്ത കുതിപ്പിൽ ആദി സദാശിവനെ വട്ടം പിടിച്ചു. പിന്നിൽ നിന്നു സുരേന്ദ്രനാഥ് ആദിയെ അടിച്ചു. എന്നിട്ടും അവൻ പിടിവിട്ടില്ല. സദാശിവന്റെ പിസ്റ്റൾ പിടിച്ച കൈയിൽ അവൻ പിടിമുറുക്കി. ഡാമിനെ നടുക്കിക്കൊണ്ട് 3 ബുള്ളറ്റുകൾ കൂടി അന്തരീക്ഷത്തിലേക്ക് ചീറിപ്പോയി. കൊടുവാളുമായി അംഗരക്ഷകർ പാഞ്ഞെത്തി. ആദി സദാശിവനെ പരിചയാക്കി. ഗുണ്ടകൾ ഒന്നറച്ചു. അതിനിടെ അവൻ ഒരുത്തൻ്റെ നെഞ്ചിൽ ചവിട്ടി. അയാൾ തെറിച്ചു വീണത് ഉസ്മാൻ അൻസാരിയുടെ കാൽച്ചുവട്ടിൽ. ഉസ്മാന്റെ ബൂട്ട്സ് അണിഞ്ഞ കാൽ അയാളുടെ കഴുത്തിൽ അമർന്നു. വാഴപ്പിണ്ടി ചതയും പോലെ ഒരു ശബ്ദം കേട്ടു. അയാൾ തലവെട്ടിയ മീനിനെ പോലെ കിടന്നു പിടഞ്ഞു. ബാക്കി 3 പേർ. ഉസ്മാൻ താഴെ വീണ ഗുണ്ടയുടെ വാൾ ആദിക്കരികിലേക്ക് തട്ടിയിട്ടു. സദാശിവനെ ഒരു വശത്തേക്ക് തള്ളിയിട്ട് മിന്നൽ വേഗത്തിൽ ആദി അതെടുത്തു. വാളുകൾ കൂട്ടിമുട്ടി. തീപ്പൊരികൾ ചിതറി. അന്തരീക്ഷത്തിൽ മാരകായുധങ്ങളുടെ സീൽക്കാരം മാത്രം. ഡാം ടോപ്പിന്റെ ഇരുവശത്തു നിന്നും പോലീസുകാരും ആദിയുടെ ആളുകളും പാഞ്ഞെത്തി. സദാശിവനും സുരേന്ദ്രനാഥും നടുങ്ങി. ഗുണ്ടകൾ 3 പേരെയും ഓടിയെത്തിയവർ ആക്രമിച്ചു. ലിജോ ഒരുത്തനെ ഉയർത്തി വട്ടം കറക്കി എറിഞ്ഞു. ഡാമിന് താഴെ വെള്ളമില്ലാത്ത ഭാഗത്തേക്ക്. 200 അടിയോളം താഴെ സിമന്റ് പ്രതലത്തിൽ അയാൾ വീണു ചിതറുന്ന ഒച്ച പോലും കേട്ടില്ല. പോലീസുകാരുടെ തോക്കുകൾ സുരേന്ദ്രനാഥിനെയും സദാശിവനെയും പൊതിഞ്ഞു. ഗുണ്ടകളെ ജനം തറയിലിട്ട് ചവിട്ടി മെതിച്ചു. റഫീഖ് സുഗന്ധിയെയും ഭദ്രയെയും ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചു. ശേഖരേട്ടാ, അച്ഛാ! അവൾ ശേഖരൻ്റെ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ചു വിതുമ്പി. എന്നാൽ അപ്രതീക്ഷിതമായി സദാശിവൻ അലറിച്ചിരിച്ചു, ഭ്രാന്തനെപ്പോലെ. ഏവരും ഒരുമാത്രം നിശബ്ദരായി. സദാശിവൻ റിമോട്ട് വലിച്ചു എടുത്തുയർത്തി. എല്ലാവരും ഇങ്ങു വന്നത് നന്നായി. നമുക്കെല്ലാവർക്കും കൂടി ഈ ഡാം തകർത്ത് ഒന്നിച്ചങ്ങ് ഒഴുകിപ്പോകാം. തന്തയ്ക്ക് പിറന്ന ഒറ്റ പോലീസുണ്ടെങ്കിൽ വെടിവെക്കടാ. അയാളിലെ സൈക്കോമാനിയക്ക് ഉണർന്നു കഴിഞ്ഞു. പോലീസുകാർ പെട്ടെന്ന് പൊസിഷനിലായി. നോ, ഉസ്മാൻ വിലക്കി. ഐസിൽ പോലെ എല്ലാവരും ഒരു നിമിഷം മരവിച്ചു. അടുത്ത നിമിഷം വനത്തിൽ ഒരു മുരൾച്ച നടുക്കം തീർത്തു. തേക്കടി തടാകത്തിന് മീതെ കൂടി അടുത്തുവരുന്ന ഒരു ഹെലികോപ്റ്റർ. അതിൻ്റെ സെർച്ച് ലൈറ്റുകളിലെ വെളിച്ചം അവരെ തൊട്ടൊഴിഞ്ഞു. സദാശിവൻ്റെയും സുരേന്ദ്രനാഥിൻ്റെയും കണ്ണുകൾ തിളങ്ങി. ഡാമിന് മുകളിലൂടെ ഹെലികോപ്റ്റർ പോയപ്പോൾ കാറ്റ് പിടിച്ച മരങ്ങൾ പോലെ എല്ലാവരും ഉലഞ്ഞു. ഞാനിവിടെ വെച്ചിരിക്കുന്ന ബോംബ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ അത്ര വേഗത്തിലൊന്നും നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളെ തടഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം വട്ടപ്പൂജ്യം. സദാശിവൻ ഭ്രാന്തനെ പോലെ പല്ലിളിച്ചു. ഞങ്ങൾക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. പിന്നെ എൻ്റെ മകൾ റോസ്. മരിക്കാനായിരുന്നു അവളുടെ വിധി. ഞങ്ങളെ ആരെങ്കിലും തടഞ്ഞാൽ? മുന്നിൽ നിന്നവർക്ക് നേരെ സദാശിവൻ റിമോട്ട് നീട്ടി. വഴിമാറടാ. പോലീസും ജനങ്ങളും അറിയാതെ വഴിമാറി. സുരേന്ദ്രനാഥിനെയും കൂട്ടി റിമോട്ടിൽ വിരൽ ചേർത്ത് സദാശിവൻ അവർക്കിടയിലൂടെ നീങ്ങി. ആരും പിന്നാലെ വരരുത്. വന്നാൽ അയാളുടെ അവസാന താക്കീത്. അവർ ഇരുവരും ഡാം ടോപ്പിലൂടെ തിടുക്കത്തിൽ പോവുകയാണ്. ആദി, ഉസ്മാൻ വിളിച്ചു. എൻ്റെ വില കഴിക്കാൻ പറ്റത്തില്ലടാ. ഇല്ല സാർ, അവർ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല, അവൻ തീർത്തു പറഞ്ഞു. എടാ, അവിവേകം കാണിക്കരുത്. അറിയാതെയെങ്കിലും സദാശിവൻ റിമോട്ടിൽ വിരലമർത്തിയാൽ. ആദി മിണ്ടിയില്ല. നീ എങ്ങനെയാ റോസിനെ കൊണ്ടുവന്നത്? അതാർക്കും പിടികിട്ടുന്നില്ല. ഉസ്മാൻ സാറിനെ കാണാൻ വരുന്നതിന് മുമ്പേ ഞാൻ കുമളിയിലെ തൊഴിലാളി സുഹൃത്തുക്കളുമായി സുരേന്ദ്രനാഥ് സാറിൻ്റെ വീട്ടിൽ പോയി. അവിടുന്ന് റോസിനെ പിടിച്ചുകൊണ്ട് പോന്നു. കനകമാൻ്റിയോ ജുവലോ എതിർത്തില്ല. അല്ലെങ്കിൽ തന്നെ തൻ്റേതല്ലാത്ത മകൻ്റെ ഭാര്യയെ ആൻറ്റി വേണ്ടെന്ന് വച്ചിരിക്കും. വള്ളക്കടവ് വഴി തന്നെ എൻ്റെ ആളുകൾ അവളെ ഇവിടെ കൊണ്ടുവന്നു. പിന്നെ ഞാൻ എത്തിയപ്പോൾ എൻ്റെ ദേഹത്ത് ചേർത്ത് കെട്ടി, ഒരു മുൻകരുതലിന്. പറയുമ്പോഴും ആദിയുടെ കണ്ണുകൾ സുരേന്ദ്രനാഥിനെയും സദാശിവനെയും പിന്തുടർന്നു. അവർ ഡാമിൻ്റെ അങ്ങേയറ്റത്ത് എത്തിക്കഴിഞ്ഞു. പിന്നെ സ്റ്റെപ്പുകൾ വഴി ഡാമിൽ സ്പീഡ് ബോട്ടുകൾ കിടന്നിരുന്ന ഭാഗത്തേക്കിറങ്ങി. നിമിഷങ്ങൾ. ഡാമിലെ വെള്ളത്തിൽ വെളുത്ത പതയുടെ ഒരു തോട് സൃഷ്ടിച്ചുകൊണ്ട് ബോട്ട് പാഞ്ഞു പോയി. ലിജോ, വാടാ. ഒരു പോലീസുകാരൻ്റെ കയ്യിലെ തോക്ക് പിടിച്ചു വാങ്ങിക്കൊണ്ടാണ് ആദി പറഞ്ഞത്. അവർ ഇരുവരും ഡാം ടോപ്പിൻ്റെ അങ്ങേയറ്റത്ത് എത്തി. ലിജോ ഗാർഡ് റൂമിലേക്ക് ഓടിക്കയറി. അവിടെ തറയിൽ കിടക്കുന്ന ശവം കണ്ടു. ഭിത്തിയിലെ ആണിയിൽ തൂങ്ങിക്കിടക്കുന്ന ബോട്ടിൻ്റെ കീയും. 2 ബോട്ടുകളിൽ ഒന്നാണ് സദാശിവനും മറ്റും കൊണ്ടുപോയിരിക്കുന്നത്. ആദിയും ലിജോയും താഴെ ബോട്ടിനടുത്തെത്തി. അതിലേക്ക് ചാടി കയറിയപ്പോൾ ബോട്ട് വല്ലാതെ ഒന്നുലഞ്ഞു. കണ്ണകി എന്ന പുതിയ ബോട്ടായിരുന്നു അത്. ആദ്യം അത് സ്റ്റാർട്ട് ചെയ്തു. സുരേന്ദ്രനാഥിൻ്റെയും സദാശിവൻ്റെയും പിന്നാലെ അതും പോയി. നമുക്ക് ഡാമങ്ങ് പൊട്ടിച്ചാലോ? ബോട്ട് നിയന്ത്രിക്കുന്നതിനിടയിൽ സുരേന്ദ്രനാഥ് സദാശിവനെ നോക്കി. എങ്കിൽ നമ്മളും കൂടി ഈ വെള്ളത്തോടൊപ്പം അങ്ങ് ഒഴുകിപ്പോകും. ഹെലികോപ്റ്ററിൽ കയറി ഇരുന്നിട്ട് നമുക്ക് ആ കർമ്മം നിർവഹിക്കാം. മലയിടുക്കുകളിൽ നിറഞ്ഞു കിടക്കുന്ന വെള്ളത്തിന് നടുവിലൂടെ ഭീകരമായ ഒരു പ്രതിധ്വനി തീർത്ത് ബോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു. ചില മത്സ്യങ്ങൾ വെള്ളത്തിന് പുറത്തുകൂടി ചാടി ചാടി പോകുന്നത് പോലെ. അപ്പോഴേക്കും ബോംബ് സ്ക്വാഡ് ഡാമിൽ പരിശോധന തുടങ്ങിയിരുന്നു.
അരമണിക്കൂർ സദാശിവനും സുരേന്ദ്രനാഥും കയറിയ ബോട്ട് ഒറ്റ മരത്തിൽ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. അവന്മാരെ കുമരിക്കുളത്തിന് പോയേക്കുവാ. വേഗം ലിജ ധൃതി കൂട്ടി. ആദ്യ ബോട്ടിൻ്റെ വേഗത പരമാവധിയാക്കി. ചെന്ന വേഗത്തിൽ തന്നെ അത് കരയിലേക്ക് ഇടിച്ചു കയറി. കുറ്റിക്കാടുകൾ ഇരുഭാഗത്തേക്കും പിളർന്നു. അടിയിൽ പ്രൊപ്പല്ലറുകൾ മണ്ണിലൊരിഞ്ഞ് തീപ്പൊരി ചിതറി. ബോട്ട് ഒരു മരത്തിലിടിച്ചു നിന്നു. ഇരുവരും ചാടിയിറങ്ങി. ആദ്യ തോക്കെടുത്തു. കുമരിക്കുളം വയർലെസ് സ്റ്റേഷനിലേക്ക് പോകാൻ അവിടെ നിന്ന് ട്രക്ക് പാത്ത് നിർമ്മിച്ചിരുന്നു, 5 മീറ്റർ വീതിയിൽ. വേഗം അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ കയറാനാവും അവന്മാരുടെ പദ്ധതി. ആദ്യം ലിജോയും ട്രക്ക് പാത്തിലൂടെ കുന്നിലേക്ക് ഓടിക്കയറാൻ തുടങ്ങി. 1.5 കിലോമീറ്ററോളം വരും കുമരിക്കുളം വയർലെസ് സ്റ്റേഷനടുത്തെത്താൻ. കുന്നിൻ മുകളിൽ വീണ്ടും ഹെലികോപ്റ്ററിൻ്റെ ശബ്ദവും വെളിച്ചവും. അത് മൊട്ടക്കുന്നിന് മീതെ താഴുകയാണ്. കോപ്റ്റർ നിലം തൊടാതെ നിന്നുകൊടുത്തു. സുരേന്ദ്രനാഥും സദാശിവനും വട്ടം ചുറ്റുന്ന കാറ്റിനെ പ്രതിരോധിച്ചുകൊണ്ട് ഓടിയെടുത്തു. കഴുകൻ്റെ കാലുകൾ പോലെയുള്ള ഹെലികോപ്റ്ററിൻ്റെ ലാൻഡിംഗ് സ്കിഡിൽ തൂങ്ങി അവരും അകത്ത് കയറി. ഡോർ അടച്ചു. പൈലറ്റ് മാത്രമേ അതിനുള്ളിലുണ്ടായിരുന്നുള്ളൂ. സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതിനിടയിൽ സുരേന്ദ്രനാഥും സദാശിവനും പരസ്പരം നോക്കി ചിരിച്ചു. പിന്നെ പൈലറ്റിനോട് നിർദ്ദേശിച്ചു, ഡാമിൻ്റെ മുകളിൽ കൂടി തന്നെ പോകണം. അത് പൊട്ടിച്ചിതറി ഒഴുകുന്നത് നമുക്ക് കാണണം. ഭൂപടത്തിൽ 5 ജില്ലകൾ ശൂന്യമാകാൻ പോവുകയല്ലേ. ഹെലികോപ്റ്റർ കൂറ്റൻ പക്ഷിയെപ്പോലെ ഉയർന്നു പൊങ്ങി. ആദിയും ലിജോയും ഏതാണ്ട് 25 മീറ്ററോളം അടുത്തെത്തിക്കഴിഞ്ഞു. ആദി, അവർ രക്ഷപ്പെട്ടല്ലോടാ. ലിജോ ശക്തമായി കിതച്ചു. ഇല്ലടാ. അവൻ കുറെ കൂടി മൊട്ടക്കുന്നിന് മുകളിലേക്ക് ഓടിക്കയറി. വയർലെസ് സ്റ്റേഷനിലെ ഗാർഡും വാച്ചറും പുറത്തിറങ്ങി. ഒന്നും മനസ്സിലാവാതെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ആദ്യ പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത തോക്ക് ഹെലികോപ്റ്ററിന് നേരെ ചൂണ്ടി. അടുത്ത നിമിഷം ട്രിഗർ അമർത്തി. ഒരു തീയുണ്ടയുടെ മിന്നൽ, ഒപ്പം ലോഹത്തിൽ തട്ടുന്ന ഒച്ച. ഹെലികോപ്റ്റർ ഒന്ന് കുലുങ്ങി. നിയന്ത്രണം പോയതുപോലെ അത് ഒരു വശം ചരിഞ്ഞു പറന്നു, ഒരു വലിയ പക്ഷിയുടെ ചിറകൊടിഞ്ഞതുപോലെ. അപ്പോഴേക്കും അത് ജലശേഖരത്തിന് മുകളിലെത്തി. തൊട്ടടുത്ത സെക്കൻഡിൽ മലയിടുക്കുകളെ വിറപ്പിച്ചുകൊണ്ട് ഒരു സ്ഫോടനം. അവർ നോക്കി നിൽക്കെ ഹെലികോപ്റ്റർ ഒരു തീപക്ഷിയായി ചിതറി. തീത്തുണ്ടുകൾ 4 പാടും പാഞ്ഞു. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ടോപ്പിൽ നിന്നവർ കണ്ടു ആകാശത്ത് പറക്കുന്ന ഒരു തീഗോളം. കഴിഞ്ഞു. ആദി ലക്ഷ്യം സാധിച്ചു. ഉസ്മാൻ അൻസാരി സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു. അവൻ രക്ഷിച്ചത് ഈ കേരളത്തിൻ്റെ 1/3 ഭാഗത്തെയാ. അബു സലിമും ബ്രിട്ടാസും ഒന്നിച്ചു നാവനക്കി. ഇനി ബോംബ് സാവധാനം കണ്ടെടുത്താലും കുഴപ്പമില്ല. ചിതറുന്ന ഹെലികോപ്റ്ററിൻ്റെ തീ തിളക്കം സുഗന്ധിയുടെയും ഭദ്രയുടെയും കണ്ണുകളിലേക്ക് വ്യാപിച്ചു. പിന്നെ മറ്റുള്ളവരിലേക്കും. ഈ കഥ ഇവിടെ അവസാനിച്ചു.